ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ വർദ്ധിച്ചുവരുന്ന സൈനിക സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന്റെ പരിമിതികൾ വ്യക്തമാക്കുന്ന വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. ഈ നിർണായക സമുദ്രപാതയിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം പൂർണ്ണമായി ഉറപ്പു നൽകാൻ തങ്ങൾക്ക് സൈനിക പ്ലാനുകളൊന്നുമില്ലെന്ന് പെന്റഗൺ സമ്മതിച്ചതായി പ്രാദേശിക രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ജലപാതയാണിത്. അതിനാൽ തന്നെ മേഖലയിലുണ്ടാകുന്ന ചെറിയൊരു സമുദ്ര തടസ്സം പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഇന്ധന വിപണനയെയും ഗുരുതരമായി ബാധിക്കും. അമേരിക്കൻ സൈനിക തന്ത്രജ്ഞർ നേരിടുന്ന ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ വെല്ലുവിളിയാണ് ഈ സാഹചര്യം വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂപ്രകൃതിയും തന്ത്രപ്രധാനമായ സ്ഥാനവും ഇറാന് വൻ മേധാവിത്വം നൽകുന്നുണ്ട്. ഇടുങ്ങിയ ഈ സമുദ്രപാതയിലൂടെ കടന്നുപോകുന്ന വൻകിട എണ്ണക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും പ്രതിരോധിക്കാൻ ഇറാന്റെ കടുത്ത തീരദേശ മിസൈൽ ശൃംഖലകൾക്കും സബ്മറൈനുകൾക്കും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഡ്രോൺ ബോട്ടുകൾക്കും വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതിനെ പൂർണ്ണമായി പ്രതിരോധിക്കുക എന്നത് പെന്റഗണിന് പ്രായോഗികമല്ല. ഒരു വശത്ത് വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുകയും മറ്റുവശത്ത് ആഗോള ഊർജ്ജ സ്ഥിരത നിലനിർത്തുകയും ചെയ്യുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് അമേരിക്കൻ സൈനിക ആസൂത്രകർ നേരിടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പരമ്പരാഗത സൈനിക നീക്കത്തിലൂടെ മാത്രം ഈ സമുദ്രപാത പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ സൈനിക സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും പ്രാദേശിക സുരക്ഷയ്ക്കും നേരെ ഉണ്ടാകുന്ന ഏതൊരു ഭീഷണിയെയും അതിശക്തമായി നേരിടാൻ തയ്യാറാണെന്ന് IRGC വ്യക്തമാക്കുന്നു. ഇത് മേഖലയിലെ സൈനിക സംഘർഷങ്ങൾ ഇരട്ടിയാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിലെ പ്രധാന സഖ്യകക്ഷിയായ ഒമാനെതിരെയുള്ള പരാമർശങ്ങളും ഭീഷണികളും കടുപ്പിച്ചതോടെ ഭൗമരാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമായി. ഇറാന്റെ സ്വാധീനം നിയന്ത്രിക്കാനും ഹോർമുസ് വഴിയുള്ള സുരക്ഷ ഉറപ്പാക്കാനും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഏത് തടസ്സവും ക്രൂഡ് ഓയിൽ വില ആഗോളതലത്തിൽ കുത്തനെ ഉയരാൻ കാരണമാകും. ഇത് യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങളിലെ പണപ്പെരുപ്പത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിവെക്കും. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഗ്യാസ് വിലവർദ്ധനവ് വലിയ തിരിച്ചടിയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. US നാവികസേനയുടെ വൻകിട വിമാന വാഹിനി കപ്പലുകൾക്ക് പോലും ഇടുങ്ങിയ കടലിടുക്കിനുള്ളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പരിമിതികളുണ്ട്. ഇറാന്റെ ഹൈപ്പസോണിക് ആന്റി ഷിപ്പ് മിസൈലുകളുടെ പരിധിയിൽ ഇവ കിടക്കുന്നത് കാരണം അമേരിക്കൻ പടക്കപ്പലുകളെ കൂടുതൽ സുരക്ഷിതമായ ആഴങ്ങളിലേക്ക് മാറ്റാൻ പെന്റഗൺ നിർബന്ധിതരാകുന്നു. ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന പരോക്ഷ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാധുനിക അണ്ടർ വാട്ടർ മൈനുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വാണിജ്യ കപ്പലുകളെ തടയാൻ ഇറാന് സാധിക്കും. ഇതിനെ നേരിടാൻ അമേരിക്ക ചെലവഴിക്കേണ്ടി വരുന്നത് കോടിക്കണക്കിന് ഡോളറുകളാണ്. ചൈനയും ഇന്ത്യയും അടക്കമുള്ള ഏഷ്യൻ സാമ്പത്തിക വ്യവസ്ഥകൾ തങ്ങളുടെ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങൾക്കായി ഹോർമുസ് പാതയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ആഗോളതലത്തിൽ മറ്റ് വൻശക്തികളെയും ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. റഷ്യയും ചൈനയും ഇറാനും നൽകുന്ന പരോക്ഷ തന്ത്രപരമായ പിന്തുണയും അമേരിക്കയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. US നയതന്ത്ര നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാനെ പ്രാപ്തമാക്കുന്നത് ഈ ബഹുമുഖ കരാറുകളും നാവിക സഹകരണങ്ങളുമാണ്. സൈനിക ശക്തി കൊണ്ട് മാത്രം ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ കമാൻഡർമാർ തിരിച്ചറിയുന്നു. സമുദ്ര സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളും ഇറാനിന്മേലുള്ള ഉപരോധ നയങ്ങളിൽ അയവ് വരുത്തലും അനിവാര്യമാണെന്ന വാദം ശക്തമാകുന്നുണ്ട്. പെന്റഗണിന്റെ ആഭ്യന്തര വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ പ്രതിരോധ ശക്തിയുടെ പരിമിതികൾ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തിന് പോലും ഭൂമിശാസ്ത്രപരമായ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഈ സാഹചര്യം. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകാനിടയുള്ള ചെറിയൊരു അബദ്ധം പോലും വലിയൊരു ആഗോള യുദ്ധത്തിലേക്ക് വഴിവെച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് സമുദ്രമേഖലയിലെ ഈ സൈനിക നിഴൽയുദ്ധത്തെ നോക്കിക്കാണുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ മേധാവിത്വവും പെന്റഗണിന്റെ അപര്യാപ്തകളും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ അമേരിക്കൻ ആധിപത്യത്തിന് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. സൈനിക ബലപ്രയോഗങ്ങൾക്കപ്പുറം സമാധാനപരമായ നയതന്ത്ര വഴികളിലൂടെ മാത്രമേ ഈ ആഗോള ഊർജ്ജപാതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കൂ എന്ന് ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു.